ഇൻട്രോ നന്നായിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് തന്നെയാണ് നമ്മൾ വേണ്ടത്. ഒരു സെക്കൻഡ് ചേർത്ത് തന്നെ പറയാം. ഈ പറഞ്ഞ PR പറഞ്ഞ പോലെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് പോലും ഒരു കരുതൽ. ആ കെട്ടൽ എന്ന് പറയുന്ന കെട്ടൽ അവിടെ ഇല്ലെങ്കിൽ കരുതൽ പോയി നേരെ ഞാൻ കഴിഞ്ഞ ദിവസം 2 മാസം മുമ്പ് വീണ പോലെ കോഴ ഒടിഞ്ഞ് താഴേക്ക് പോകും. അങ്ങനെ ഒരു സ്റ്റൂള് പോലെയുള്ള ചെരുപ്പാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഇട്ടേക്കുന്നത്. പക്ഷെ കരുതൽ മുകളിലുണ്ട്, ഒരു വടം കൊണ്ട് കെട്ടിയിട്ടുള്ളൂ. താങ്ക് യു. അത് നമ്മളൊക്കെ ഇട്ടല്ലേ പറ്റൂ, കാരണം നീളമില്ലാത്തവരെന്ത് ചെയ്യണം. സോ ഞാൻ ഹീൽസ് ഇട്ടതിന്റെ മെയിൻ കാരണം അതൊന്നുമല്ല, ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആക്ട് ചെയ്ത എല്ലാ കുട്ടികളും മോഡലിംഗ് ഫീൽഡിൽ തന്നെ വന്നവരാണ്. കാര്യം എനിക്ക് നോർമലി കാസ്റ്റിംഗ് ഒന്നും ആവശ്യം വന്നില്ല, കാരണം ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പോൾ അതുല്യ ആണെങ്കിലും അൻവർ ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും ഇതിൽ മറ്റുള്ള ക്യാരക്ടറെല്ലാം ആരൊക്കെ ആണെങ്കിലും അതെല്ലാം മോഡലിംഗ് ഫീൽഡിൽ തന്നെ വന്നവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്രിപ്റ്റ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. സോ അതിനെ ബേസ് ചെയ്ത് അതുക്കും അപ്പുറം ഉള്ളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ ഇത് ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നരബലിയെ പറ്റി കുറേ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതും കമ്പയർ ചെയ്ത് നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഈ ഷൂട്ട് റിലീസ് ആയിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനല്ലോ, അയ്യോ ഇത് കണ്ടിട്ടാണോ ഇനി ഇങ്ങനെ ചിന്തിച്ചേന്നുള്ള ഒരു ഇതും തോന്നിയിനെ. എന്തോ ഭാഗ്യത്തിന് എന്തായാലും റിലീസിന് മുമ്പാണ് ഇങ്ങനത്തെ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏകദേശം നല്ല വെട്ടി ചുരുക്കി ഒരു ഷോർട്ട് മൂവി ടൈപ്പ് ഒരു മൂവി ആക്കിയതാണ്. സാറിനെ ചീറ്റ് ചെയ്ത മറ്റേ അദ്ദേഹം ഒന്നും പറയല്ല, അയാള് പുള്ളി റോഷൻ ഒരു എഡിറ്ററാണ്, കാര്യം ക്യാമറ മാനേജ് ചെയ്യും എന്ന് വെച്ചിട്ട് പുള്ളീനെ കൊണ്ട് ഞങ്ങൾ കൊടുത്ത സ്ക്രിപ്റ്റ് ഇദ്ദേഹം മെയിൻ ഡയറക്ടർ, അതായത് മെയിൻ പ്രൊഡ്യൂസർ അല്ല എന്ന് വെച്ചിട്ട് തന്നെ ഞങ്ങളെ സമീപിക്കുകയും പുള്ളിയാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചീറ്റിംഗ്, അതായത് നല്ലൊരു ചീറ്റിംഗ് ആണ് നടന്നത്. പുള്ളിയുടെ കുറെ പൈസ പുള്ളി നേരത്തെ തന്നെ കൈപ്പറ്റിയിരുന്നു. ഷൂട്ടിന്റെ പകുതി ആയപ്പം പേയ്മെന്റ് എല്ലാം തീർന്നു, ഇനി ബഡ്ജറ്റ് ഇല്ല, നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായപ്പോഴാണ് ഏതോ ഒരു ഷൂട്ടിന് സാർ ഇവിടെ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ നമ്പർ കളക്ട് ചെയ്തിരുന്നു. പുള്ളിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ പ്രൊഡ്യൂസർ, അയാൾ വെറുതെ വന്നാണ്, അയാൾക്ക് ഈ സിനിമയിൽ ഉടനീളം അഭിനയിക്കണം, പക്ഷെ അത് ഇറങ്ങണ്ട, ഷോർട്ട് ഫിലിം ആയിട്ട് യൂട്യൂബിൽ ഇട്ടാൽ മതി എന്നൊക്കെയായിരുന്നു പറച്ചില്. അതാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലാണ് ഈ പിള്ളേരെല്ലാം നല്ല സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം എൻ്റെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാം, അങ്ങനെ റൂം പോലും എടുത്ത് അവർക്ക് ചിലവാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തിയാൽ അയാൾ. പിന്നെ സെക്കൻഡ് ഷൂട്ട് വെച്ചിട്ടാണ് സാറ് വന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തും ഈ സിനിമ ഇവിടെ വരെ എത്തിയതും. സോ വലിയൊരു താങ്ക്സ് സാറിൻ്റെ അടുത്ത് പറയാനുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ വൈഫ് ചന്ദ്രമതി മാം, പുള്ളിക്കാരിയും ഇല്ലെങ്കിൽ എങ്ങും എത്തത്തില്ല. കാര്യം ഇത് നിന്ന് കോട്ടയം തന്നെ വെച്ചിരുന്ന ഒരു മൂവിയാണ്, പക്ഷെ എന്തോ ഇവിടെ ഇപ്പോൾ റിലീസ് വരെ എത്തിയിരിക്കുന്നു. നല്ല സാക്രിഫൈസ് ചെയ്ത മൂവിയാണ്. സോ എല്ലാവരും കാണുക. അധികം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇച്ചിരി വെറൈലും ഒക്കെ ഉണ്ട്, സോറി. എന്തായാലും എനിക്ക് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി മൂവി കാണുക, നല്ല മൂവിയാണ്. സോ റിയൽ സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറി അതേപോലെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതും വെച്ചിട്ട് ചെയ്തൊരു മൂവിയാണ്. ക്യാമ്പസ് ലൈഫ് ഉണ്ട്. സോ എല്ലാവരും പോയി കാണുക എന്ന് പറയുള്ളൂ. എൻ്റെ പേര് സച്ചിൻ പാലപ്പറമ്പ്, കോഴിക്കോടാണ് സ്ഥലം. കിരാത എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ കിരാത തൊട്ട് മുന്നേ ഞാൻ മറ്റൊരു സിനിമ ചെയ്തിരുന്നത്, തമിഴ് മലയാളം. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ലീഡ് റോളിൽ ചെയ്യുന്ന സിനിമയാണ് കിരാത. ജിറ്റ പറഞ്ഞ പോലെ ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി മോഡലിംഗിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. അങ്ങനെ മോഡലിംഗിൽ കിട്ടിയ കോൺടാക്ട് വഴിയാണ് 2 സിനിമ ചെയ്തത്. അങ്ങനെയാണ് ജിറ്റേനെയും റോഷനെയും പരിചയം. പിന്നെ അവരെ ഞാൻ ആദ്യം ചെയ്ത സിനിമയുടെ സെറ്റിൽ അവരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എന്നെ ഈ സിനിമയിലേക്ക് എടുക്കുന്നത്. കിരാത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും. ജിറ്റ പറഞ്ഞ ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു താമസം. ഒരു മാസത്തിന് മുകളിൽ ഞങ്ങൾ ഒരു ഒറ്റ വീട്ടിലായിരുന്നു, ഒരു ബിഗ് ബോസ് വീട് പോലെ ആ വീട്ടിനകത്തായിരുന്നു താമസം. അപ്പം അതൊക്കെ നല്ല അനുഭവമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. തുടക്കമാണ്, അതുകൊണ്ട് അതിന്റെ പരിമിതികളുണ്ട്. മാക്സിമം ഞങ്ങളോട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പം ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എൻ്റെ പേര് അതുല്യ, ഞാൻ ഇവിടെ ആലുവയിൽ താമസിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അവർ പറഞ്ഞ പോലെ ഞാനും മോഡലിംഗ് ഈ മൂവിയിലേക്കാണ് ജിറ്റാണ് കാസ്റ്റ് ചെയ്തത്. നല്ലൊരു പടമാണ്. ക്രൈം
ത്രില്ലറാണ്, ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നത് അൻവർ ആളാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണണം. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. അത്രയും. താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് കലേഷ് കുമാർ കോന്നി. ഞാൻ ഈ കിരാത മൂവിയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെൻസറിങ് പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം മാർക്കോ സിനിമയെ പോലെ അതിലെ വലിയ വയലൻസ് ആണ്. ഇത് നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് സെൻസർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയൊരു സിനിമയാണ്. അവിടെ നിന്ന് കിട്ടിയ വളരെയേറെ സ്ട്രഗിൾ ചെയ്തിട്ട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും സ്ക്രിപ്റ്റുകൾ മാറ്റി എഴുതി വീണ്ടും റീഷൂട്ട് ചെയ്തും അവരുടെ നിർദ്ദേശാനുസരണവും അവർ പറഞ്ഞ കട്ടുകൾക്കെല്ലാം വിധേയമായും വീണ്ടും നമ്മൾ റീഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് സെൻസറിങ് വാങ്ങിച്ച ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച കുട്ടികൾ വളരെയേറെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ആണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. അച്ചൻകോവിലാറിനെ പറ്റി അറിയാം. വളരെ വലിയ കുത്തൊഴുക്കുള്ള ഒരു നദിയാണ്. അതിൻ്റെ കയത്തിനടുത്ത് തന്നെയാണ് അതിൽ 2 പെൺകുട്ടികൾ 6 കടന്ന് അക്കരയ്ക്ക് പോകുന്നൊരു സീൻ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ഒഴുക്കുള്ള, അതായത് കാല് തെറ്റിയാൽ കയത്തിലേക്ക് പോകുന്നത് അതിൻ്റെ അടുത്ത് വരെ പോയി നിന്നിട്ട്, അതായത് അരക്കൊപ്പം വെള്ളത്തിൽ ആ ഒഴുക്കിൽ നിയന്ത്രിച്ചുകൊണ്ട് നിന്നിട്ട് വരെ അവരിതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ട് ഇത് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പാറക്കൂട്ടങ്ങൾ, അച്ചൻകോൽ വനമേഖലകൾ, അവിടെയൊക്കെ വളരെയേറെ സഹിച്ചും രാത്രികാലങ്ങളിലൊക്കെയുള്ള ഷൂട്ടിലൊക്കെ ഒരുപാട് സഹിച്ചും ഈ കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇതൊരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു സിനിമ ആവില്ല. ഒരു സീൻ പോലും ഇതിന് നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല, ഒരു ലാഗും ഉണ്ടാവില്ല. അത് നമുക്ക് ഉറപ്പുണ്ടാവും. കാരണം ഇത് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. ആ ഒരു കണ്ണോടെ, ആ ഒരു കാഴ്ചപ്പാടോടെ കാണാൻ കയറാതിരിക്കുക. നല്ല ഒരു കുട്ടികളുടെ സിനിമ, അതായത് കുട്ടികൾ അഭിനയിച്ച, പുതുമുഖങ്ങൾ അഭിനയിച്ച ഒരു തുടക്കക്കാരുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുക. എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. എല്ലാവരും കിരാത മൂവി തിയേറ്ററിൽ വന്ന് കണ്ട് ഈ പടത്തെ വിജയിപ്പിക്കൂ എന്ന് ആത്മാർത്ഥമായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് സുധൻ രാജ്. 30 വർഷമായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, തമിഴ്, മലയാളം അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ കൺട്രോളായിരുന്നു. ഇടയ്ക്ക് 1-2 സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്തിട്ടുണ്ട്. കുറച്ച് സിനിമകൾ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് സിനിമകൾ വിതരണത്തിനെടുക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ വമ്പൻ സിനിമകളല്ല. അതിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ CID രാമേന്ദ്രനൊക്കെ നമ്മൾ ചെയ്ത സിനിമകളായിരുന്നു. അപ്പോൾ കിരാത എന്ന് പറഞ്ഞൊരു സിനിമയുമായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകരായ എൻ്റെ പ്രിയ സുഹൃത്ത് റോഷനും കലേഷും സഹിത്തും എൻ്റെ പ്രൊഫഷണൽ കൺട്രോൾ ഫിലിം ഒക്കെ വന്നു. അവിടെ വെച്ച് അവരുടെ നിർമ്മിച്ചിരിക്കുന്ന ആരാന്ന് ചോദിക്കുമ്പോഴാണ് സാറിനെ കുറിച്ചും സാറിൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ഒരു നല്ലൊരു സിനിമയാണ്. അത് എത്രത്തോളം ഞങ്ങൾ നല്ലതാണെന്ന് പറയുന്നതിന് മുൻപ് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾ തരുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് ഞങ്ങളുടെ സിനിമയുടെ വിജയം. ഞങ്ങൾ എത്രയൊക്കെ നന്നായിട്ട് അണിയിച്ചൊരുക്കാൻ ഇന്നത്തെ കാലത്തൊരു സിനിമ സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ റോഡ് സൈഡിൽ ഹോട്ടൽ പണിഞ്ഞിട്ട് ഒരു ബോർഡിൽ വെച്ച് ഊണ് റെഡിയുന്ന സെക്യൂരിറ്റി നടത്തുന്ന അവസ്ഥയാണ് ചെറിയ സിനിമകൾക്കുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ, നമ്മുടെ മീഡിയാസിൻ്റെ ഒക്കെ ഫുൾ സപ്പോർട്ട് വേണം. ഒരു കൂട്ടം പുതിയ കലാകാരന്മാർ, സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെ, താരങ്ങൾ ഉൾപ്പെടെ ടെക്നിക്കൽസ് ആയിട്ടുണ്ട്. കുറച്ചെങ്കിലും മലയാള സിനിമയിലുള്ള പേരെടുത്ത ആൾക്കാർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മമ്മൂട്ടി, മോഹൻലാലൊക്കെയാണ്. ഇവിടെ ഇരിക്കുന്ന ഗോപൻ ചേട്ടനും പിന്നെ ദിനേശ് ചേട്ടനും ഒക്കെ അങ്ങനെയുള്ള. അപ്പോൾ അത്തരം ആൾക്കാരും കൂടെ ഇതിൻ്റെ മുന്നിലുള്ളത് കൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും. എൻ്റെ ഒരു വിതരണമെന്നൊക്കെ എടുക്കുമ്പോൾ അറിയാമല്ലോ, ഇന്നത്തെ സിനിമയൊക്കെ ചെറിയ സിനിമകൾ വലിയ പാടാണ് തിയേറ്ററിൽ നിന്ന് കളിച്ചു പോകാനായിട്ട്. മീഡിയാസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ മാത്രമാണ്. കാരണം ഓൺലൈൻ മീഡിയ ആണ് ഇപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് കരുതുന്ന ഒരു ആളും കൂടെയാണ് ഞാൻ. വാർത്ത കൊടുക്കുന്നതിലും അത് എങ്ങനെ വരുന്നു എന്നുള്ളതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സിനിമ കാണണം, ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളൊരു കുഞ്ഞു സിനിമയുമായിട്ട്, നല്ല സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സെൻസ് ലോഞ്ച് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ റിലീസിങ് കമ്പനിയുടെ ഞാൻ സാറിന് വേണ്ടി, ഭാസ്കരൻ സാറിന് വേണ്ടി തന്നെ അവരുടെ
അടുത്തൊരു ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ഈ പടം നമ്മുടെ ഫുൾ സപ്പോർട്ടോട് തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് 23-ാം തീയതി. അതിന്റെ ട്രെയിലറും പോസ്റ്ററും ഒക്കെ ഈ വരും ദിവസങ്ങളിൽ വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു. ഹലോ, എൻ്റെ പേരാണ് ഇയാൻ റോഷൻ. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്. എൻ്റെ ഫാദറും എൻ്റെ മദറുമാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററും എൻ്റെ ഡയറക്ടറും. എല്ലാവരും ഈ പടം പോയി കാണണം. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും ഈ പടം പോയി കാണണം എന്ന് പറയുന്നു. ഞാൻ ഇറ്റാലിയ റോപ്പയും റോഷൻ കാച്ചിയാണ്. അവരും ഈ പടം ആദ്യഘട്ടം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത്രയും നാളുകൾ എൻ്റെ കൂടെ നിന്ന് ആ കഷ്ടപ്പാടുകളും ഈ പുതിയ തലമുറ വന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ചിത്രം വലിയ നിലയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരുമാണ്. ഈ പറഞ്ഞതുപോലെ ട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം നമ്മുടെ ഒക്കെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പടയം വിജയകരമാക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്